അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഫറസ്ദക്കിനെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നു. അപ്പം നന്നായിട്ട് കവിത പാടും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ആ പറയുന്ന കഴിവിനെ നേരെ തിരിച്ചിട്ടിട്ട് പറഞ്ഞു, ഫറസ്ദക്കിനെ എന്ത് പഠിപ്പിക്കണം? ഖുർആൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നത്തെ സംഗമതാണല്ലോ QLSന്റെ. അപ്പോൾ നന്നായി നമ്മൾ പറയും, എൻ്റെ മോൻ നന്നായിട്ട് പാട്ട് പാടും, എൻ്റെ മോൻ നന്നായിട്ട് അത് കളിക്കും, എൻ്റെ മോൻ നന്നായിട്ട് വരയ്ക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ നേരെ തിരിച്ച് ഇപ്പുറത്തൊന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ മോന് അല്ലേ അവന് ഖുർആൻ പഠിപ്പിക്കുക, നേരെ ആ ഖുർആൻ പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റാണ്. ശരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞു കൺകുളിർമ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുണ്ട്. ഞാനൊരു ഹിഫ്ള് സ്ഥാപനത്തിൽ, കോമൺ ആട്ടോ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടല്ല, കോമൺ ഹിഫ്ള് സ്ഥാപനത്തിൽ പോയപ്പോൾ ആ ഹിഫ്ള് സംഗമം കഴിഞ്ഞ ഉടനെ മോൻ ഓടി ചെല്ലുന്നത് ഉപ്പൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഉപ്പാനെ അങ്ങനെ കെട്ടിപ്പിടിക്കണം. സാധാരണ നമ്മളൊരാളെ ഹഗ് ചെയ്താൽ എത്ര സമയം വരെ ഇരിക്കും? ഹഗ് ചെയ്തിട്ട് 2 തട്ടൊക്കെ തട്ടി അല്ലേ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോനെ, അള്ളാഹു മോനെ അനുഗ്രഹിക്കും, ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, അൽഹംദുലില്ലാ, ഇതനുസരിച്ച് മോൻ ഇനിയും ഭാവിയിൽ ജീവിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. ഒരു 2-3 മിനിറ്റ് സമയം ആ ബാപ്പയും മോനിങ്ങനെ ആലിംഗനം ചെയ്തിട്ട് നിൽക്കുക. മോനാണെങ്കിൽ പിടുത്തം വിടുന്നില്ല, ബാപ്പാണെങ്കിൽ അതിനേക്കാളും വലിയ പിടുത്തം. കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെക്കുന്നുണ്ട്, എന്തൊക്കെയോ ചവിട്ടിൽ പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മ അത് ആ കാഴ്ച കണ്ടിട്ട് ഉമ്മ ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പുറത്ത് ഇങ്ങനെ കണ്ടിട്ട് ഉമ്മൻ്റെ കണ്ണൊന്നും ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം സംഘാടകർ എല്ലാവരും അങ്ങനെ മാറിയിരുന്നു. ശരി, അവർ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. 2-3 മിനിറ്റൊക്കെ അടുത്തെത്തിയ സമയത്ത് അവർ വിട്ടിട്ട് അവർ 2 പേരും സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് പോലും കൈ പിടിച്ചിട്ടാണ് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൈ വിടാതെ ഹഗ് ചെയ്ത് കഴിഞ്ഞ് കൈ പിടിച്ചിട്ട് ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ആ സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു. ശരിക്കും ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയോ, അത് ബോധപൂർവം പിടിച്ചതല്ല, ആ പിടുത്തം വിടാതെ അപ്പോഴും ആ മകൻ്റെ കൈ കൂട്ടിപ്പിടിക്കണം. ഈ ബന്ധം എന്നെന്നും നിലനിൽക്കും. കൂട്ടിപ്പിടിക്കൽ, ഇതിനെന്താ പറയാ? കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ഒന്ന് പറഞ്ഞേ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ആദരിക്കുക, ആദരിക്കപ്പെടുക. ആദരിക്കുക, ആദരിക്കപ്പെടുക.